കുമരകം പഞ്ചായത്തിലെ ജനവിധിയെ കോൺഗ്രസും ബിജെപിയും കൂട്ടുകച്ചവടം നടത്തി അട്ടിമറിച്ചെന്ന ആക്ഷേപവുമായി സിപിഎം. കൂട്ടുകച്ചവടത്തിന് നേതൃത്വം നൽകിയവരെ പുറത്താക്കാൻ കോൺഗ്രസ് തയ്യാറാണോ എന്ന് വ്യക്തമാക്കണമെന്നും സിപിഎം ആവശ്യപ്പെട്ടു. ആർക്കും ഭൂരിപക്ഷമില്ലാത്ത സ്ഥലത്ത് ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള മുന്നണി ഭരണത്തിൽ വരികയെന്ന രീതി മറ്റത്തൂർ മുതൽ കുമരകം വരെ കോൺഗ്രസ് പാർട്ടി അട്ടിമറിച്ചെന്ന് സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് കെ അനിൽകുമാർ പറഞ്ഞു. കുമരകത്ത് തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ബിജെപി കോൺഗ്രസ് കൂട്ടുകെട്ട് ആരംഭിച്ചിരുന്നതായും കെ അനിൽകുമാർ കുറ്റപ്പെടുത്തി. കുമരകത്തെ ബിജെപി സഖ്യത്തിന്റെ സൃഷ്ടാക്കളെ കോൺഗ്രസ് പാർട്ടി പുറത്താക്കുമോ? മറ്റത്തൂരില് ബിജെപി സഖ്യം ഉണ്ടാക്കിയവരുടെ പേരിൽ നോട്ടീസ് കൊടുക്കുകയും 10 ദിവസത്തിനകം തിരുത്തുകയും ചെയ്യണമെന്ന് സംസ്ഥാന KPCC ആവശ്യപ്പെട്ടതായി വാർത്തകൾ വരുന്നുണ്ട്. കുമരകത്തെ സംബന്ധിച്ച് ഒരു തിരുത്തൽ നടപടിക്കും തയ്യാറല്ല. അച്ചടക്ക നടപടി സ്വീകരിക്കാൻ ചുമതലപ്പെട്ട അച്ചടക്ക സമിതിയുടെ ചെയർമാനാണ് കുമരകത്തെ ഈ കോൺഗ്രസിന്റെ BJP ഒത്തുതീർപ്പിന്റെ തമ്പുരാൻ, സൃഷ്ടാവ്, രക്ഷകർത്താവ്. അതുകൊണ്ട് തന്നെ നടപടിയെടുത്താൽ അച്ചടക്ക സമിതിയുടെ ചെയർമാൻ പുറത്തു പോകുന്ന അവസ്ഥയാണ് കോട്ടയത്ത് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് പ്രധാനം. അദ്ദേഹത്തിന്റെ മത്സര ശിഷ്യനായ ഒരാളെ അദ്ദേഹം ജില്ലാ പഞ്ചായത്തിൽ കുമരകത്ത് മത്സരിപ്പിച്ചു. ബഹുമാനായ കോട്ടയം MLA ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോട്ടയത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്താണോ ചെയ്യാറുള്ളത് അതേ കാര്യം കുമരകത്ത് ആവർത്തിക്കുകയാണ് BJP സഖ്യത്തിലൂടെ ചെയ്തത്. ഇത്തവണ കോട്ടയം അസംബ്ലി മണ്ഡലത്തിലെ ആകെ വോട്ട് നില നോക്കിയാൽ 44,000 വോട്ടാണ് UDF-നുള്ളത്. LDF-ന് 41,000 വോട്ടുണ്ട്. LDF UDF വ്യത്യാസം 4,000 വോട്ടാണ്. BJP 22,000 വോട്ട് കോട്ടയം അസംബ്ലി മണ്ഡലത്തിൽ കിട്ടി. പക്ഷെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP വോട്ട് 8,000 കുറഞ്ഞു, 8,300 പറഞ്ഞു. ഇത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നടപ്പാക്കുന്നത് അദ്ദേഹത്തിന്റെ കുടുംബാംഗം തന്നെ, കുടുംബ ബന്ധുക്കൾ തന്നെ RSSന്റെ പ്രധാന ചുമതലയിൽ ഉണ്ട് എന്ന കാര്യം നേരത്തെ വ്യക്തമായിട്ടുള്ളത്. ഇതനുസരിച്ച് സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചതിന്റെ ഭാഗമായിട്ടാണ് കുമരകം പോലൊരു സ്ഥലത്തു നിന്നും ജില്ലാ പഞ്ചായത്തിലേക്ക് UDF-ന് വിജയിക്കാനായതെന്ന് BJP സഖ്യത്തിന്റെ തെളിവുകൾ സഹിതമാണ് ഞങ്ങൾ ഈ പത്രസമ്മേളനം നടന്നത്. കോട്ടയം ജില്ലാ പഞ്ചായത്തിലെ കുമരകം ഡിവിഷനിൽ UDF നേടിയ വിജയം BJP SDPI കൂട്ടുകെട്ടിന്റെ ഫലമാണെന്നും അഡ്വക്കേറ്റ് കെ അനിൽകുമാർ പറഞ്ഞു. കുമരകത്ത് BJP ജില്ലാ നേതൃത്വത്തിന്റെ വിപ്പ് ലംഘിച്ചവരെ അയോഗ്യരാക്കാൻ നിയമ നടപടിയെടുക്കാൻ BJP ജില്ലാ നേതൃത്വം തയ്യാറാകുമോ എന്നും CPM ചോദിച്ചു. വാർത്താ സമ്മേളനത്തിൽ CPM ഏരിയ സെക്രട്ടറി B ശശികുമാർ, ജില്ലാ കമ്മിറ്റി അംഗം KV ബിന്ദു, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ KS സലിമോൻ, ധന്യ സാബു, VK ജോഷി എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം.